പ്രമാണിച്ച് അവതരിപ്പിക്കുന്ന തിരുവോണത്തോണി തുടരുകയാണ്. പ്രത്യേക മോർണിംഗ് ഷോ ആണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ 24-ന്റെ പുലികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മണിയുടെ മീഡിയ സിറ്റിയിൽ നിന്നാണ് ഈ പരിപാടി തത്സമയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയകുമാർ, നമ്മളിനി എങ്ങോട്ടാ പോകുക? എന്താ പരിപാടി? നമുക്ക് ഇനിയിപ്പോ ഗുരുവായൂര് തിരക്കാണ്. അവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ട്, പാചകം ഓണസദ്യ പോയി നോക്കണോ? ഒന്ന് വേണേ പോയി നോക്കിക്കോ. പക്ഷെ അതിനകത്ത് വീടരുത് പോയിട്ട്. ചേച്ചി മാങ്ങാച്ചാറിനുള്ളത് ഇവിടെ വെള്ളം തിളച്ചിന് സാധനമൊക്കെ അല്ല വെളിച്ചെണ്ണ നല്ല തിളച്ച വെളിച്ചെണ്ണ ചിപ്സിന് വേണ്ടിയാ ഇത്? ആ തിളച്ച വെളിച്ചെണ്ണ കണ്ടിട്ട് പറയാം വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ തേങ്ങ ചെറുപ്പം ഈ സാധനത്തിൽ കാലുള്ളല്ലേ തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് ഇത് ആവശ്യമുള്ള വെളിച്ചെണ്ണ തന്നെ മാവില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് തേങ്ങ ചേരണ്ട. ആ പാത്രത്തിനടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കുക, അതായിരിക്കും നല്ലത്. മാറി നിന്ന് സംസാരിക്കുക. അതാ ഇവിടെ അവിയൽ അറിയുന്നുണ്ട്. ഇവിടെ നല്ല ഗംഭീരമായ ഒരു ചേന, മനോഹരമായ ചേന ഇത് പന്തളം ചേനയാന്ന് തോന്നുന്നു. ഇത് പന്തളത്ത് തേങ്ങ കഴിക്കാൻ പാടോ? കുറച്ച് അങ്ങനെ ഉണ്ടോ? കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? അമ്മ ചീത്ത പറയായിരുന്നു. കുറച്ച് കഴിച്ചേക്കാം. ഇതിനെയാണ് സ്മിത ഈ നമ്മുടെ നാട്ടിലെ ഒരു നല്ല പേരിട്ട് വിളിക്കുന്നത്, ദാരിദ്ര്യവാസി. നമ്മളെ സ്വന്തം പ്രതിഭയുടെ ആവിഷ്കാരം അവിടെ കണ്ടത്. നമ്മളവിടെ പോയി അവരുടെ പണി നടക്കുമല്ലോ, വെറുതെ നമുക്ക് ഒരു പണിയല്ല. അറിയോ? അപ്പൊ നമ്മള് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഒരു മഹാബലിയായിട്ട് വേഷം കെട്ടാനുള്ള സാധന സാമഗ്രികൾ ലഭ്യമല്ലാതെ വന്നപ്പോൾ ഒരു നിർമ്മിത ബുദ്ധിക്കാരനെ വഴിവെച്ച് കണ്ടു. അയാൾ ഒരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ എന്നെ പോലെ ഇരിക്കും, എന്നാൽ മറ്റൊരു രീതിയിൽ ആലോചിച്ചാൽ എന്നെ പോലെ അല്ലാതെയും ഇരിക്കും. അതാണ് ഈ നിർമ്മിത ബുദ്ധിയുടെ പരിപാടി എന്ന് പറയുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ഒരു കോമാളിയല്ല. ശരിയാ, നീ കേട്ടത് ശരിയാ. കാടളക്കി വരണ കൊമ്പന തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിലെ പെരിയാർ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ. ശരിയാ. ഇതിപ്പോ ആരാ ചെയ്തെന്നുണ്ടോ? ഇപ്പൊ അത് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട്. ആഷ്മി കണ്ടായിരുന്നു? അനീസ് മുഹമ്മദ് ദുബായിലുള്ള ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ദുബായിലുള്ള ഒരാള് ഡിസൈനറാണ്, അല്ലേ? മാത്രമല്ല എന്റെ 23ാമത്തെ വയസ്സിലുള്ള ഫിഗർ പോലെയുണ്ട്. എന്ത് തോന്നി ഈ മഹാബലിയെ? നല്ല നിലവാരമുണ്ട്. നല്ല നിലവാരം. നമ്മുടെ ഇല്യാസ് എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഇല്ല, അതെന്റെ ബ്രദറായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പൊട്ടുണ്ടായിരുന്നോ? പൊട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് ആരെങ്കിലും എടുത്ത് ട്രോൾ ചെയ്യും ചിലപ്പോൾ. അപ്പൊ നല്ല രസമായിട്ടുണ്ട്. ട്രോൾ ചെയ്യുന്നെങ്കിൽ സന്തോഷമുണ്ട് അല്ലേ? മാത്രമല്ലേ, ഒരു കാര്യം കൂടി പറയാം. ആഭ്യന്തരമായിട്ടൊരു തർക്കത്തിന് ശേഷമാണ് നമ്മൾ ഈ നമ്മുടെ SKN മഹാബലി പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് എന്താ പറയുന്നറിയോ? ഈ ഗോപികൃഷ്ണനെ പോലെ നിലവാരവും വിവരമുള്ള ആൾക്കാർ പറഞ്ഞു ഇത് പുറത്തു വിടരുത് എന്ന് പറഞ്ഞു. പുറത്ത് വിട്ടാൽ എന്താന്നുള്ളത് പറയുന്നില്ല. മഹാബലിക്ക് ദോഷം ചെയ്യുന്ന പറയുന്നത്. അപ്പൊ എന്തായാലും അത് പുറത്തു വിട്ടു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ നമുക്കിനി ഒരു ഇത്തിരി സംഗീതാത്മകമായാലോ? മക്കളെ, നിങ്ങൾ റെഡിയാണോ? എന്തുണ്ടാക്കാൻ നിങ്ങൾ റെഡിയാണോ? പ്രജിനൊരു പാട്ട് പാടുന്നു, ഡയാബീറ്റ് അല്ലേ? ഡബ്ബ ബീറ്റ് അതിനൊപ്പം ചേരുന്നു. റെഡിയാണല്ലോ? റെഡിയല്ലേ? മക്കളെ ഒന്ന് തല വിളിക്കണം. ഗ്രാൻഡ് ഹോട്ടലിൽ ഞാൻ മസാല ദോശ വാങ്ങിച്ചു തരാം എനിക്ക് കേട്ടോ, തൃശ്ശൂർ ഗ്രാൻഡിന്ന്. ഓക്കെ, റെഡി? ഒരു കലക്കും. അതാണല്ലോ അവര് ഡബ്ബ ബീറ്റ് ആയത് അല്ലേ? ഡബ്ബ ബീറ്റ് എന്ന് പറയാൻ കാര്യം എന്തുമായിരിക്കും? എനിക്കൊന്ന് പുലികള്. റെഡി?
ചെമ്മാനം പൂത്തേ പുതു സിന്ദൂരം തൊട്ടേ 3, 4 ചെമ്മാനം പൂത്തേ പുതു സിന്ദൂരം തൊട്ടേ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ കമ്മാര കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ ചെമ്മാനം പൂത്തേ പുതു സിന്ദൂരം തൊട്ടേ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ കമ്മാര കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ പൊളി. സൂപ്പറായി, സൂപ്പർ, പൊളിച്ചു കേട്ടാ, നിങ്ങൾ പൊളിച്ച്. അപ്പോ ഞാന് നമുക്ക് വിജയകുമാർ ഇനി അടുത്തൊരു ഒരു ജയൻ നായർ എസ് കെ ഒരു കോമ്പിളുണ്ട്. ജയൻ എസ് കെ ഭയങ്കരം ഭയാനകം. ഇത്രയും തൊലിക്കെട്ട് ഞാൻ ട്രംപിൽ മാത്രമേ കണ്ടു. പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. അപ്പൊ എനിക്ക് നമ്മുടെ അടുത്ത ബ്രേക്ക് പറയാൻ പോകുന്നത് വിജയകുമാർ. അപ്പൊ എനിക്ക് വിജയകുമാറിനെ നമുക്ക് ഇത് ഇട്ടൊന്ന് കാണണമെന്നൊരാ. ഞാൻ അങ്ങോട്ട് വരാം, മുന്നോട്ട് വരാം. കുരവിടേണ്ട ഒരു കുരവിട്ടുള്ളൂ. ശരി. കുരവ. ഓ வணக்கம். வணக்கம் அண்ணா, வணக்கம். எப்படி குழந்தையாக்க சௌக்கியம் இருக்கே? எல்லாம் சௌக்கியமா இருக்கேன்.